നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളു. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് വരും ആഴ്ചകളിലെ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് നോക്കാം. ടോട്ടലി ഒരു മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബൈൽ നിലനിൽക്കുന്നത് USD CAD, അതുപോലെ തന്നെ ബോത്ത് സൈഡിലേക്ക് ഒരു മൊമെൻറ്റത്തിന് ഒരു സാധ്യതയുള്ളത് വോളറ്റൈൽ മൊമെൻറ്റത്തിലേക്ക് കടന്നിട്ടിരിക്കുന്നത് US ഗോൾഡ്, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, BTC ഇതെല്ലാം ഹൈലി ഒരു വോളറ്റാലിറ്റിക്ക് ഒരു സാധ്യതയുണ്ട്. ബോത്ത് സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ട്രോങ് സെല്ലിൽ കഴിഞ്ഞ ആഴ്ചയിൽ നൽകിയിരിക്കുന്ന പെയറുകൾ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓസ്ട്രേലിയൻ ഡോളർ, ന്യൂസിലാൻഡ് ഡോളർ, യൂറോ, GBP USD ഇതെല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിലാണ് നിലനിൽക്കുന്നത്. ഒരു മീഡിയം സ്ട്രോങ്ങിൽ USD JPY, USD CHF, നാസ്ഡാക്ക് മാർക്കറ്റ് ഇതൊക്കെയാണ് വരാൻ പോകുന്ന ഒരാഴ്ചയിലെ സിറ്റുവേഷൻ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നിഫ്റ്റിനും ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഇത് നിഫ്റ്റിയുടെ ഗ്രാഫാണ് വരുന്നത്. നിഫ്റ്റിയുടെ ഡേ എന്ന് പറയുന്ന ടൈം ഫ്രെയിമിലെ ഗ്രാഫാണ് കാണിക്കുന്നത്. നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ സൂചിപ്പിച്ചിരുന്ന റെസിസ്റ്റൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ് 24,845. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നൽകിയിരുന്ന റെസിസ്റ്റൻസ് ലെവൽ. 24,845 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഈ ഒരു ലെവലിൽ നിന്ന് ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് സാധ്യതയില്ല എന്നാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. എക്സാക്റ്റ് ആയിട്ട് റൈറ്റ് റെസിസ്റ്റൻസ് നമ്മൾ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് വലിയൊരു ബൗൺസ് നടത്തി മുകളിൽ നിലനിൽക്കുന്ന ഒരു സമയത്ത് തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. ഈ ഒരു റേഞ്ചിൽ ബൈക്ക് സാധ്യത കുറവാണ്, പ്രോഫിറ്റ് ബുക്കിനാണ് സാധ്യത. പക്ഷെ നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നു 24,488. 24,482 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ വീക്ക്നെസ് ആണ്, പ്രോഫിറ്റ് ബുക്കിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം ആയാലും ഇതിന്റെ താഴത്തേക്ക് ഒരു ക്ലോസ് ചെയ്തതിന് ശേഷമായാലും സഡൻ ആയിട്ട് ഒരു ഫാൾ ആയിരുന്നു മാർക്കറ്റിൽ കണ്ടിരുന്നത്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ നമ്മൾ ലോവർ ലെവൽ നൽകിയിരുന്നത് 850. ഈ ഒരു ലെവലിലാണ് നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നത്. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് ഒരു ദിവസം ഒന്ന് നിലനിർത്തിയെങ്കിലും ആ ഒരു സപ്പോർട്ട് നിലനിർത്താനായിട്ട് സാധിച്ചിട്ടില്ല. ബയേഴ്സിന് ആ ഒരു സപ്പോർട്ട് നിലനിർത്താനായിട്ട് സാധിച്ചിട്ടില്ല. അവസാനത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു സപ്പോർട്ടിന്റെ അടുത്തുനിന്ന് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. അതിനുശേഷം നിഫ്റ്റിയുടെ ഒരു ക്ലോസിംഗ് വന്നിരിക്കുന്നത് 23,600 തൊട്ട് താഴെയാണ്. 23,587 ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഈ നിഫ്റ്റിയുടെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിഫ്റ്റിനായാലും എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ട്രെൻഡ്, എങ്ങനെയാണ് ഈ ഒരു ട്രെൻഡ് നമുക്കത് മാനേജ് ചെയ്യേണ്ടത്? ഈ ഒരു ട്രെൻഡ് ഇതിന്റെ ഒരു താഴത്തേക്ക് നിലനിർത്തിയാലും ഷോർട്ട് സെൽ എന്ന് പറയുന്ന രീതിയിൽ അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. റൈറ്റ് ഓപ്പർച്യൂണിറ്റി എപ്പോഴും റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നായിരിക്കണം യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നിഫ്റ്റിയിൽ ഇതിന്റെ ഒരു താഴത്തേക്ക് നിലനിർത്തിയാൽ വീക്ക്നെസ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ലെവലിൽ സപ്പോർട്ട് ഉണ്ട്. പക്ഷെ റൈറ്റ് ഓപ്പർച്യൂണിറ്റി, മാർക്കറ്റ് ഒരു വോളറ്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ബൗൺസിന് ഒരു സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ഉള്ളൊരു ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത്. അതായത് ഹയർ ലെവലിൽ നിന്ന് ഉള്ള ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകാം. അപ്പം ഏതായിരിക്കും റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് നോക്കാം. റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണുന്നത് നിഫ്റ്റി ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് കയറുന്ന ഒരു സമയത്ത് ഇൻ കേസ് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവലായിരിക്കും നിഫ്റ്റിയിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ കാണുന്നത്. അതായത് 24,300 മുകളിലാണ് റെസിസ്റ്റൻസ് കാണുന്നത്. അപ്പൊ ഇതിന്റെ ഒരു മുകളിലേക്ക് ഇനി ക്ലോസിംഗ് നിലനിർത്താതെ ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് സാധ്യതയില്ല. ഇപ്പൊ നിഫ്റ്റി ഇൻ കേസ് ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്താലും ഈ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട് സെല്ലിനായിരിക്കണം, ഷോർട്ട് സെല്ലിന് ഈ ഒരു ലെവലിൽ നിന്ന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുന്ന രീതിയിലായിരിക്കണം ട്രേഡുകൾ പ്ലാൻ ചെയ്യേണ്ടത്. ഈ ഒരു ലെവലിൽ നിന്നായിരിക്കണം നല്ല ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. പക്ഷെ ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഇതിന്റെ ഒരു മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ സിറ്റുവേഷൻ മാറും. സിറ്റുവേഷൻ ചെറിയൊരു ബൈയിലേക്ക് മാർക്കറ്റ് കടക്കാനായിട്ടൊരു സാധ്യതയുണ്ട്. പക്ഷെ കറണ്ട് ഒരു സിറ്റുവേഷൻ സെൽ ഓൺ റൈസ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യേണ്ടത്. റൈറ്റ് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഷോർട്ട് സെല്ലിനുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലാണ് ഷോർട്ട് സെല്ലേഴ്സിന്റെ ഒരു സ്റ്റോപ്പ് ലോസ് എടുക്കുന്നത്.
അപ്പം അതുകൊണ്ട് തന്നെ ഈ റെസിസ്റ്റൻസ് ഏരിയയുടെ അടുത്ത് നിന്നുള്ള ഒരു ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി കഴിഞ്ഞാൽ റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ബൈര ഓപ്പർച്യൂണിറ്റി താൽക്കാലികമായിട്ട് ഇൻട്രാഡേ ട്രെൻഡിൽ മാത്രം യൂട്ടിലൈസ് ചെയ്യുക. റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇൻട്രാഡേയിൽ മാത്രമായിട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കുക. പൊസിഷൻ ബൈ എടുത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ബൈ സൈഡും ഷോർട്ട് സെൽ സൈഡും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് ഒരു വോളറ്റാലിറ്റിക്ക് ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ റൈറ്റ് ഓപ്പർച്യൂണിറ്റി എപ്പോഴും റൈറ്റ് റെസിസ്റ്റൻസ് റൈറ്റ് സപ്പോർട്ടിൻ്റെ അടുത്ത് നിന്നാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നിഫ്റ്റിനെ ഇതേ രീതിയിൽ മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇൻട്രാഡേ സപ്പോർട്ട് റെസിസ്റ്റൻസ് അപ്ഡേറ്റ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷനും ഇതേപോലെ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ഡെയിലി ഗ്രാഫ് നോക്കുക. കുറച്ച് നാൾ മുൻപ്, കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അയച്ചിരുന്നു. അപ്പൊ അതിൽ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലെവലില് സെൽ ആക്റ്റീവായിട്ടാണ് നിലനിൽക്കുന്നത്. ലോങ്ങർ ടൈം ഫ്രെയിമിൽ സെൽ ആക്റ്റീവായിട്ട് നിലനിൽക്കുന്നത്. പക്ഷെ ഇതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലും റെസിസ്റ്റൻസ് വരും, ഈ ഒരു ലെവലും റെസിസ്റ്റൻസ് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഇവിടുന്ന് ഒരു ബൗൺസ് ചെയ്താൽ അതുകൊണ്ടാണ് നമ്മൾ ബൈക്ക് കൂടുതൽ നൽകാതിരുന്നത്. കാരണം ഇതിന്റെ ഒരു മുകളിൽ നിലനിൽക്കുമ്പോൾ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതി. ഇവിടെ സെല്ല് ഓൾറെഡി ആക്റ്റീവ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. നമ്മൾ ആ ഒരു വീഡിയോയിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഗ്രാഫ് എടുത്ത് കാണിച്ചു തന്നിരുന്നു. സെയിം സിറ്റുവേഷൻ മാർക്കറ്റിൽ വന്നിരുന്ന സിറ്റുവേഷൻ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ബാങ്ക് നിഫ്റ്റി നിലനിൽക്കുന്നത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും നിഫ്റ്റി ആയാലും അതിന്റെ ഏതാണ് മാർക്കറ്റ് സിറ്റുവേഷൻ അതനുസരിച്ച് മാനേജ് ചെയ്യണം. കറണ്ട് സിറ്റുവേഷൻ വീക്ക്നെസ് ആയാലും ഈ ഒരു ലെവലിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് ഉണ്ട്. റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്നുള്ള ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകാവുന്നതാണ്. അതേപോലെ തന്നെ ഫിൻനിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ഏരിയ സപ്പോർട്ട് ലെവലാണ്. പക്ഷെ ബൈ എടുത്ത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റില്ല. മാർക്കറ്റ് ഓരോ റെസിസ്റ്റൻസിൽ നിന്നും പ്രഷർ മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. ഇതൊരു സപ്പോർട്ട് ലെവലാണ്. ഫിൻനിഫ്റ്റി ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ സപ്പോർട്ട് ലെവലാണ്. അതുകൊണ്ട് തന്നെ ഈ റെസിസ്റ്റൻസിന്റെ അടുത്തേക്ക് പോയതിനു ശേഷം അതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ താഴത്തേക്ക് വരുമ്പോൾ റൈറ്റ് ആയിട്ടുള്ള ഒരു ഫാള് മാർക്കറ്റിൽ വരും. അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് വീണ്ടും സസ്റ്റെയിൻ ചെയ്യുമ്പോൾ വീണ്ടും ബൈ ആക്റ്റീവ് ആകും. പക്ഷെ ഫിൻനിഫ്റ്റിയുടെ സിറ്റുവേഷനും ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷനും കുറച്ചൊരു ബാഡാണ്. കുറച്ച് ലോങ് ടൈമിൽ കുറച്ച് വീക്ക്നെസ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ സിറ്റുവേഷനും ഇതേ രീതിയിൽ മാനേജ് ചെയ്യുക. ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പോൾ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ഇൻട്രാഡേ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് പറയുന്നത് 23,600 23,600. ഇതിൻ്റെ ഒരു താഴെ ഒരു ഓപ്പണിംഗ്, അതിനുശേഷം ചെറിയ ടൈം ഫ്രെയിമിൽ ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഹയർ ലെവൽ റെസിസ്റ്റൻസ് 23,760 റെസിസ്റ്റൻസ് ആണ്. 760 താഴെ ഒരു ഓപ്പണിംഗ് ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടും. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ 760 മുകളിലാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ, മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് അഗ്രസീവായിട്ട് ഇമ്പോർട്ടൻസ് നൽകരുത്. ഇൻട്രാഡേ ബൈക്ക് ഒരു സാധ്യതയുണ്ട്, ബൈലേക്ക് ഒരു ബൗൺസിന് ഒരു സാധ്യതയുണ്ട്. 760 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത റെസിസ്റ്റൻസ് 23,850 ആണ്. 23,850 റെസിസ്റ്റൻസ്. അപ്പോൾ അതിനുശേഷം 23,850 മുകളിൽ റെസിസ്റ്റൻസ് 23,920. അതുപോലെ തന്നെ 24,000 തൊട്ട് താഴെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് വരുന്നത് 23,990. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് റെസിസ്റ്റൻസിന്റെ താഴെയാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാം. അതിനുശേഷമായാലും റെസിസ്റ്റൻസ് കാണുന്നത് 24,060. ഇതാണ് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണുന്നത്, ഹയർ ലെവലിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് കാണുന്നത്. അതിനുശേഷം മുകളിൽ 24,060 മുകളിൽ റെസിസ്റ്റൻസ് 24,200 തൊട്ട് താഴെയാണ് 24,195. 200 മുകളിലാണ് റെസിസ്റ്റൻസ്. അതുകൊണ്ട് ഇൻ കേസ് ഇതിന്റെ മുകളിലേക്ക് ബൗൺസ് ചെയ്താലും തിരിച്ച് ഇതിന്റെ താഴത്തേക്ക് വരുമ്പോൾ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ഇതേ രീതിയിൽ നിഫ്റ്റിനെ ഹയർ ലെവൽ മാനേജ് ചെയ്യുക. ലോവർ ലെവൽ പ്രത്യേകിച്ച് സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ അപ്ഡേറ്റ് ചെയ്യാനില്ല. ഇവിടെ 23,600 താഴേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീക്ക്നെസ് ആണ്. അതിനുശേഷം 23,500 താഴെയാണ് സപ്പോർട്ട് വരുന്നത്. 23,485 സപ്പോർട്ടായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നിഫ്റ്റിയിലെ ഇൻട്രാഡേ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ വരുന്നത്. ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ ആയാലും
ലോവർ ലെവൽ ശ്രദ്ധിക്കണം. ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. 50,450 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൗൺസ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. 50,450 അതേപോലെ തന്നെ 50,555 50,450 ഹോൾഡ് ചെയ്തുകൊണ്ട് 50,555 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണുന്നത് 50,950 50,950 മുകളിലാണ് ബാങ്ക് നിഫ്റ്റി നിലനിൽക്കുന്നതെങ്കിൽ റെസിസ്റ്റൻസ് 51,200 51,200 മുകളിലേക്കും കൂടി സസ്റ്റെയിൻ ചെയ്താൽ ഇൻട്രാഡേയിൽ സ്ട്രെങ്ത് കിട്ടും. അതിൻ്റെ ഒരു മുകളിലെ റെസിസ്റ്റൻസ് 51,500 51,500 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് ഏരിയ ആണ് 51,700 800 51,700 800 ഈ ഒരു ലെവലാണ് ഹയർ ലെവലിലേക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലാണ് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണ് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. സപ്പോർട്ട് എത്തുന്ന ഒരു സമയത്ത് ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. ഇപ്പൊ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ട് ട്രെൻഡ് തന്നെ കാണാൻ സാധിക്കും. മാർക്കറ്റ് വലിയ ദിവസമായിട്ടും ഒരു ദിവസങ്ങളുടെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.